അനുസ്മരണ പരിപാടിയുടെ ആരാധന അധ്യക്ഷൻ സ്നേഹജ്വാലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ യജീഷ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത നിജിത രാജ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഷൈജു, ശ്രീ പ്രതീഷ് കുമാർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതിലേറെ പ്രിയപ്പെട്ട സ്നേഹജ്വാല കുടുംബാംഗങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട്. അതേസമയം സങ്കടമുണ്ട്. ഒരു നാടിനെ നയിച്ച രണ്ട് മനുഷ്യന്മാർ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മഹത്തരമായ പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യന്മാർ ഓർമ്മിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്തായ കാര്യമെന്ന് ഞാൻ കരുതുന്നു. സ്വാഭാവികമായിട്ടും ഈ സ്നേഹജ്വാലയുടെ കരുത്തും ഇതിനെ നയിച്ചവരുമാണ് ഇതിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അവരെ അനുസ്മരിച്ച ഈ ഒരു പരിപാടിക്ക് ഇതിന്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടൊക്കെ ആദ്യമേ അറിയിക്കുന്നു. എന്തായാലും ഇത്ര ആളുകളെ ഒന്നിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ വലിയ പ്രഭാഷകനൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട പോലീസുകാരനാണ്. എനിക്ക് വലിയ മഹത്തരമായ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന കുറച്ച് സംഗതികൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുശുമ്പ് പരിപാടിയാണ്. അവിടെ കണ്ടത് ഇവിടെ വിളിച്ചു പറയും. പോലീസ് സ്റ്റേഷനിൽ കാണുന്ന സംഗതികളൊന്നും അത്ര നല്ല സംഗതികളൊന്നുമല്ല. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. നിങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്, നിങ്ങൾക്കൊരു സങ്കടവും ഇല്ല. ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടം എന്താ അറിയോ? നമുക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടിയിരുന്ന മനുഷ്യജന്മങ്ങളെ ഈ സദസ്സിൽ കാണുന്നില്ല. ഒരു 10 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള ആളുകളെ ഇല്ലാന്ന് തോന്നുന്നില്ല. കാരണം ഓർക്കൊന്നും നേരെ ഉണ്ടാവില്ല. എന്തുകൊണ്ട് അവർ വന്നിട്ടില്ല എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. 2 മറുപടിയാണ് ഞാൻ എപ്പോഴും കേട്ടത്. ഓര് അങ്ങനെ ഒന്നും ഇരിക്കൂലപ്പ, ഓലിക്ക് ബോറാണ്, ഓരോ ടീമൊന്നും ഇല്ലാത്തോണ്ട് ഓല അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ടീം എവിടെയാണെന്നറിയോ? ആ ടീം ഏതോ ഒരു സ്ഥലത്ത് ഏതോ കുട്ടിയെ സൂചി കൊണ്ട് കുത്തി റാഗിങ് ചെയ്യുന്നുണ്ടാവാം. ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു അമ്മയെ എങ്ങനെ കൊല്ലണമെന്നുള്ള പ്ലാനിങ് ആയിരിക്കും അവർ. അതുകൊണ്ട് അങ്ങനെയൊന്നും കാണാത്ത നല്ല മനുഷ്യന്മാരോട് അപ്പൊ നിങ്ങൾ പറയുന്ന മറുപടി ഇങ്ങോട്ട് അങ്ങനെയൊന്നുമില്ല. ഈ കാപ്പിയിൽ പ്രദേശത്ത് ഇതുവരെ അമ്മേനെ കൊന്നിട്ടില്ല, അച്ഛൻ ഇതുവരെ കുത്തേറ്റിട്ടില്ല, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടാവുക. പക്ഷെ താമരശ്ശേരി ഭാഗത്ത് ഈ സംഗതി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടം എന്താ പറയുക, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ മക്കളെ കുത്തേറ്റ് മരിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ നിങ്ങളെ മക്കൾ എപ്പോഴാണ്